എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾ കേരളം ഏറ്റവും അധികം ഭയക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിലെ ജിയോ പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇതാണോ അതിൻ്റെ മുമ്പിൽ ഇത് വല്ല പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു കാലത്ത് ഇറാൻ ഇറാഖ് വാറും അല്ലെങ്കിൽ കുവൈറ്റ് യുദ്ധമൊക്കെ നടന്നപ്പോൾ ഒരുപാട് പ്രവാസികൾ തിരിച്ചു വന്നതും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആകെ പരുങ്ങലിലായതും ഒക്കെ പലരും ഓർക്കുന്നുണ്ടാവും. അതിനേക്കാളുമൊക്കെ ഒരു വലിയ ആപത്ത് ഒരു പക്ഷേ നടക്കാനുള്ളൊരു സാധ്യത ഇറാനിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായേക്കാം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഓൾറെഡി ഇറാനെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ തീരത്ത് സമീപത്തായിട്ടുണ്ട്. ജെറാൾഡ് ഫോർഡും കൂടെ അതിനോട് ചേരാൻ പോവുകയാണ്. ഈ പറയുന്ന യുദ്ധക്കപ്പലുകൾ എന്നൊക്കെ പറഞ്ഞാൽ കേവലം നമ്മൾ പറയുന്ന വലിയ കപ്പലുകളെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ് എന്ന് പറയേണ്ടി വരും. ഈ ഒരൊറ്റ എയർക്രാഫ്റ്റ് കാരിയർ പോലും ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്, ഇതിനൊപ്പം തന്നെ വലിയൊരു കപ്പൽ വ്യൂഹവും ഉണ്ടാകും. ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ഇറാൻ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു യുദ്ധക്കപ്പലെന്ന് പറഞ്ഞാൽ 2022 ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിക്രാന്ത്, അതിനെക്കുറിച്ച് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഏകദേശം 45,000 ടണ്ണൊക്കെയാണ് അതിൻ്റെ വെയിറ്റെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ഏകദേശം 100,000 ടൺ വെയിറ്റാണ് ഈ US ജെറാൾഡ് ഫോർഡിനുള്ളത്. ഒരു 30-35 യുദ്ധവിമാനങ്ങളൊക്കെയാണ് നമ്മുടെ വിക്രാന്തിൽ കിടക്കുന്നതെങ്കിൽ ഈ ജെറാൾഡ് ഫോർഡിൽ ഏകദേശം 75 യുദ്ധവിമാനങ്ങളാണ് ക്യാരി ചെയ്യുന്നത്. 10-75 യുദ്ധവിമാനങ്ങൾ കിടക്കുന്ന ഒരു എയർപോർട്ട് പോലെ ഒഴുകുന്ന ഈ യുദ്ധക്കപ്പൽ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വിക്രാന്ത് നിർമ്മിക്കാനായിട്ട് $3 ബില്യൺ ചിലവായതെങ്കിൽ ഇതിന്റെ ചിലവെന്ന് പറയുന്നത് 2017 $13 ബില്യൺ ആയിരുന്നു. വിക്രാന്തൊക്കെ ഒരു കൺവെൻഷണൽ ഫ്യൂവലൊക്കെ ഉപയോഗിച്ച് ഓടുന്നതാണെങ്കിൽ ഈ പറയുന്ന ജെറാൾഡ് ഫോർഡും ഒക്കെ അമേരിക്കയുടെ മിക്ക വിമാനവാഹിനി കപ്പലുകളുമൊക്കെ ന്യൂക്ലിയർ പവേർഡാണ്. അതായത് ഒരു ടെന്നീസ് ബോളിൻ്റെ വലുപ്പമുള്ള ഒരു യുറേനിയം ഫ്യൂവലൊക്കെ വെച്ചിട്ട് ഭൂമി മുഴുവൻ പലതവണ ഓടി തീർക്കാനായിട്ട്, അതായത് അൺലിമിറ്റഡ് ആണ് അതിൻ്റെ ഒരു മൈലേജോ അല്ലെങ്കിൽ റേഞ്ചോ എന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ ന്യൂക്ലിയർ പവറിൽ ഓടുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ്, ഒരു ബഹുകൂറ്റൻ യുദ്ധക്കപ്പലാണ് ഈ ജെറാൾഡ് ഫോർഡും. അതുപോലെ ഇപ്പോൾ കിടക്കുന്ന എബ്രഹാം ലിങ്കണൊക്കെ ആണെങ്കിലും ന്യൂക്ലിയർ പവറിൽ ഓടുന്ന ഇതേപോലെ തന്നെയുള്ള 11ഓളം കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ് അമേരിക്കയ്ക്കുള്ളത്. ഇറാനിലേക്ക് ഈ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ പോകുന്നതിനെ എടുത്തു പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഏറ്റവും മികച്ച വിമാനവാഹിനി കപ്പലാണിത്. ബാക്കി 10 നിമിറ്റ്സ് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇതാണ് ഫോർഡ് ക്ലാസ് എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. എബ്രഹാം ലിങ്കണൊപ്പം ഇപ്പോൾ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് കാരിയറും കൂടെയാണ് ഇറാൻ അടുത്തേക്ക് നിൽക്കാൻ പോകുന്നത്. പ്രശ്നം ഗുരുതരം. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്റ്റാൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടല്ല ഇറാൻ ഇങ്ങനെ ഇപ്പോഴും കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഓരോരുത്തരെയും, ഓരോ സാധാരണക്കാരെ പോലും അത് ബാധിക്കാം എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഇതുപോലെ തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്തയാണ് സാമ്പത്തികമായിട്ട് എങ്ങനെ മെച്ചപ്പെടാം എന്നുള്ളത്. പലരും കമൻറ്റുകളിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം. നിയമപരമായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള ഒരു യഥാർത്ഥ ഓപ്ഷൻ ഒടുവിൽ ഞാൻ കണ്ടെത്തി. മാർക്കറ്റ് വൂൾഫ് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുന്ന സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഫോളോ ട്രെൻഡ് ഫീച്ചർ. ആളുകൾ ഇതിനകം ലാഭം നേടിയ തത്സമയ ട്രേഡുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്കൊരു ക്ലിക്കിലൂടെ അവരെ പിന്തുടരാം. നോക്കൂ, ഞാൻ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ട്രേഡ് സ്ഥാപിച്ചു, അത്രമാത്രം. എൻ്റെ ട്രേഡ് ആരംഭിച്ചു. നിങ്ങൾക്കിവിടെ വളരെ ചെറിയ തുക ഉപയോഗിച്ച് ട്രേഡിംഗ് ആരംഭിക്കാം. വലിയ നഷ്ടം സംഭവിക്കാമെന്ന് നിങ്ങൾ ആശങ്കാകുലരാണെങ്കിൽ അതിനും ഒരു പരിഹാരമുണ്ട്. ഒരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ. അതായത് നിങ്ങളുടെ നഷ്ടം ഒരു നിശ്ചിത ലെവലിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ട്രേഡിംഗ് നിർത്തുന്നതിനാൽ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കില്ല. നോക്കൂ, ട്രെൻഡിനൊപ്പം ലാഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 2065 രൂപ ലാഭം ലഭിച്ചു. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമ്മോഡിറ്റീസ് ഒക്കെ നിങ്ങൾക്കിവിടെ വളരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. മാർക്കറ്റ് വൂൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നു. ഇവയിലൂടെ ആളുകൾ ഫെബ്രുവരിയിൽ ഒരു ദിവസം 15,239 രൂപ, ഡിസംബറിൽ 33,512 രൂപ, കഴിഞ്ഞ വർഷം 5,03,940 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തിട്ടുണ്ട്. വെറും 99 രൂപയുടെ ആജീവനാന്ത ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാം. മാർക്കറ്റ് വൂൾഫിന് ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണുള്ളത്. ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വൂൾഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇതിനിടയിലാണ് ഈ പറയുന്ന അമേരിക്കയോട് ഇത്തരം വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഒക്കെ വന്നു നിന്നിട്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇടപെടും, അതായത് ഒരു ധാരണയാണ് ഞങ്ങൾക്ക് വേണ്ടത്,
നിങ്ങളുടെ എല്ലായിടത്തും കയറി ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള അനുവാദം, അതുപോലെ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. നിങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കരുത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേറെ ഒന്നുമല്ല. കാരണം അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിനാണ് ഏറ്റവും ദോഷകരമായിട്ട് വരിക. അത് തന്നെയാണ് ഉദ്ദേശവും. പിന്നെ പേരിന് അവർ പറയുന്നുണ്ട് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്ന്. ഇസ്രായേലിൻ്റെ സംരക്ഷണം തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഇറാനും അമേരിക്കയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും തിരിയാത്തവരുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കാര്യം. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ പല ആക്രമണങ്ങൾ നടത്തി ഇറാൻ്റെ പല ഭൂഗർഭ ബേസുകളും ഒക്കെ തകർത്തു എന്ന് പറഞ്ഞാലും ഇപ്പോഴും രഹസ്യമായിട്ട് എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഇറാന് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ സാധിച്ചാൽ പിന്നീട് ഇസ്രായേൽ ഇല്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒട്ടും പേടിക്കാതെ ഈ പറയുന്ന ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനി പറയുന്നത് ഞങ്ങളെ തൊട്ടാൽ വിവരം അറിയുമെന്ന്. അമേരിക്കയോട് ഇത്രയും വലിയ സംഭവം വന്നു നിന്നിട്ട് അമേരിക്ക തിരിച്ചു പറയുന്നത് എന്താണ്? ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്, എന്നാൽ ഇന്ന കരാറുകളൊക്കെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക ഭയക്കുന്നതേ ഇല്ല. കാരണം വളരെ അത്യാധുനികമായ ഡ്രോൺസും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഇറാന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇറാന്റെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇറാനെ ഇപ്പോഴും അമേരിക്ക പേടിച്ച് നിൽക്കുന്നു? ഈ പറയുന്ന ഷോ ഓഫുകളൊക്കെ കാണിക്കുന്നതല്ലാതെ കാര്യമായൊരു ഇടപെടലിലേക്കൊന്നും അമേരിക്ക പോകാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ആയത്തുള്ള അലി ഖുമൈനി പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് നല്ല അടി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഒപ്പം നമ്മൾ മലയാളികളൊക്കെ ഭയക്കേണ്ട ആശങ്കാജനകമായ കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. ഇറാൻ സേഫ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇന്ത്യക്ക് എന്തുകൊണ്ടും നല്ലത്. ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് പ്രശ്നമാണെന്ന് പറയാം. കാരണം ഇന്ത്യ ഏകദേശം $500 മില്യൺ ചിലവഴിച്ചുകൊണ്ട് ഇറാനിലുള്ള ചാബഹാർ പോർട്ട്, അവിടുത്തെ കുറേ ടെർമിനലുകളൊക്കെ പണിതിരിക്കുന്നതും കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഇന്ത്യ തന്നെയാണ്, നമ്മുടെ ഉടമസ്ഥതയിലല്ല. പക്ഷേ ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കവാടമാണത്. അതായത് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ ഏകദേശം 100-150 കിലോമീറ്റർ അകലെയായിട്ട് ചൈനീസ് ഉടമസ്ഥതയിലുള്ളൊരു പോർട്ടും കൂടെ ഉണ്ട്. അതിനുള്ളൊരു ബദൽ സംവിധാനവും കൂടെയാണിത്. ഈ പറയുന്ന ഇറാൻ വഴിയും പിന്നീട് അഫ്ഗാനിസ്ഥാൻ തുടങ്ങി അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു പ്രധാന ഗേറ്റ് ആണ് ഈ ചാബഹാർ പോർട്ട് എന്ന് പറയാം. അത് ഇറാനിലാണ്. $120 മില്യൺ കോൺട്രാക്റ്റും $250 മില്യൺ ക്രെഡിറ്റ് ലൈനും ഒക്കെ ഉൾപ്പെടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്ക് അവിടെയുണ്ട്. അതുപോലെ ഇറാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതും പല കാര്യങ്ങളും. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നയതന്ത്രപരമായി നോക്കുമ്പോൾ ഇറാൻ സേഫ് ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇരിക്കുന്നതാണ് ഇന്ത്യക്ക് മെച്ചം. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ IPGL കീഴിലാണ് ഈ ചബഹാർ പോർട്ടിൻ്റെ ടെർമിനൽസ് ഒക്കെ പണിതിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഇറാൻ തിരിച്ചെന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ ഇനി പറയാം. നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തതാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, ഇറാനെ ശത്രുവായിട്ട് കാണുന്നു എന്നൊക്കെ ഉള്ളത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലുമുള്ള US ബേസുകളെല്ലാം ഇറാൻ ആക്രമിക്കുമെന്നുള്ളതാണ്. അത് മുൻപും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഒരു സാമ്പിൾ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ US ബേസിൻ്റെയൊക്കെ താവളത്തിനടുത്തൊക്കെ അവർ മിസൈൽ അയച്ച് കാണിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ ഡോളർ തന്നെ നിൽക്കുന്നത് ഈ ഒപെക് രാജ്യങ്ങളുമായിട്ടുള്ള പെട്രോ ഡോളർ വ്യവസ്ഥയിലൊക്കെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഒമാനും ഖത്തറും അങ്ങനെയൊക്കെ തുടങ്ങി. ഈ രാജ്യങ്ങളെല്ലാം സംരക്ഷിച്ചു കൊള്ളാം സൈനികമായിട്ടും എന്നുള്ളൊരു വ്യവസ്ഥയിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. സൗദി അറേബ്യ ആണെങ്കിൽ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ സംരക്ഷണത്തിലാണ് ഈ പ്രധാനപ്പെട്ട എണ്ണ സമ്പന്നമായിട്ടുള്ള പ്രധാന മുസ്ലിം രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അമേരിക്കൻ ബേസുകളെയും ഈ രാജ്യങ്ങളെയും ഒക്കെ ഇറാൻ തിരിച്ചാക്രമിക്കും. അത് ഇറാന്റെ സൈന്യം നേരിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രോക്സി വാറിലൂടെയും. ഇറാൻ ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മിലിഷ്യകളുണ്ട്. ഗാസയിലുള്ള ഹമാസിനാണെങ്കിലും യമനിലുള്ള ഹൂത്തീസിനാണെങ്കിലും ലെബനോണിലുള്ള ഹിസ്ബുള്ളയ്ക്കാണെങ്കിലും സിറിയയിലുള്ള പല ഗ്രൂപ്പുകളാണെങ്കിലും ഇറാഖിലുള്ള പല ഗ്രൂപ്പുകളാണെങ്കിലും ഒക്കെ ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നതും ആയുധം കൊടുക്കുന്നതും ഒക്കെ പ്രധാനമായിട്ട് ഇറാനാണ്. ഒരു ഭാഗത്ത് ഖത്തറുമുണ്ട്. ഇവരെല്ലാം പിന്നീട് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പോകുന്നതും ഈ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലേക്കുമായിരിക്കും. പ്രധാനമായിട്ട് US ബേസുകളിലേക്കായിരിക്കും. ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്താണ്? ഏറ്റവും അധികം എണ്ണ ലോകത്തിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ എണ്ണ വ്യാപാരങ്ങളെല്ലാം താറുമാറിലാകും. വലിയ ഓയിൽ റിഫൈനറികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടും. പണ്ട് സൗദി അറേബ്യയിലെ ആരാംകോയിൽ ഹൂതീസ് നടത്തിയ ഒരു മിസൈൽ ആക്രമണമൊക്കെ പലരും ഓർക്കുന്നുണ്ടാവും. ആ ഒരു കാര്യം ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അന്നൊരു ആഘാതം ഉണ്ടാക്കിയെങ്കിൽ ഇതൊരു ഫുൾ സ്കെയിലിൽ നടന്നാൽ എന്തായിരിക്കും? പിന്നീട് ഈ പറയുന്ന സൗദി അറേബ്യയും UAEയും തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്? അമേരിക്ക ഇറാനെ ആക്രമിച്ചതുകൊണ്ട്.
അമേരിക്കയ്ക്കാകട്ടെ ഇത് തടയാനും സാധിക്കുന്നില്ല. ഇറാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് അവിടെയും സൈന്യത്തെ ഇറക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ നാശനഷ്ടങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. അതായത് അമേരിക്കൻ സൈനിക സംരക്ഷണം എന്നുള്ള കാര്യം പേപ്പറിൽ മാത്രമായി പോവുകയും നിലവിലത്തെ ലോക സാഹചര്യത്തിൽ അമേരിക്കയുടെ പക്ഷം വിട്ടിട്ട് ചൈനീസ് ചേരിയിലേക്കൊക്കെ ഈ രാജ്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്. അതായത് US ബേസുകളൊന്നും ഇനി ഇല്ല, എല്ലാം അടച്ചു പൂട്ടുന്നു. ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ഇനി മുൻപത്തേതുപോലെയുള്ള ബന്ധമൊന്നുമില്ല, പെട്രോ ഡോളർ വ്യവസ്ഥ വീഴാം. നിലവിൽ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചൈനീസ് ചേരിയോട്, എന്തിന് കാനഡ പോലും ചൈനയോട് അടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പണ്ടത്തേതുപോലെയല്ല, ഇന്ന് അമേരിക്കയ്ക്ക് ഈക്വൽ ആയിട്ട് തന്നെ ചൈന എന്ന് പറയുന്ന വലിയൊരു മണി പവർ കൺട്രി ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ വ്യവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവരുടെ മണി പവർ തന്നെയാണ്. അതും കഴിഞ്ഞിട്ടേ മിലിറ്ററി പവർ വരുന്നുള്ളൂ. അതും മണി പവറിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പോലും ഇറാന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ സാധിക്കും. ഇറാനെതിരെ അമേരിക്ക കാര്യമായി എന്തെങ്കിലും ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ഇറാന്റെ നടപടി എന്ന് പറയുന്നത് ഹോർമൂസ് തുറമുഖം മുഴുവൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആഗോള ഓയിൽ വ്യാപാരത്തിന്റെ 20%, 1/5 നടക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അത് ഇറാന്റെ ഭാഗത്തായിട്ടുമാണ്. ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് മുഴുവൻ ബ്ലോക്ക് ചെയ്യുകയും അവിടെ കൂടെ പോകുന്ന എണ്ണ ടാങ്കറുകളെയൊക്കെ ആക്രമിക്കുകയും ഒക്കെ ചെയ്താൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ താളം തെറ്റും. ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അങ്ങ് കുതിച്ചു കയറും. ഇവിടെയുള്ള സാധാരണക്കാരെ പോലും, നമ്മുടെ കേരളത്തിലുള്ള, നമ്മളിവിടെ ഇരുന്നിട്ട് ഇറാനിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു കാലിച്ചായയുടെ വില മുതൽ കുതിച്ച് കയറാനായിട്ട് തുടങ്ങും. പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില വേറെ ലെവലിലേക്ക് പോകും. നിലവിൽ തന്നെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ, സൗദി അറേബ്യ ആകട്ടെ, UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, ഒമാൻ ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ തുടങ്ങി പല രാജ്യങ്ങളും അവരുടെ ഓയിൽ ടാങ്കറുകളെല്ലാം സീ റൂട്ടിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണയും കൊണ്ട് പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇറാന് സാധിക്കും. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്താൻ. അതായത് ഇങ്ങനെ ഇറാൻ ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കി അവസാനം അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അമേരിക്ക തുടച്ചു നീക്കുമ്പോഴേക്കും മാസങ്ങളും വർഷങ്ങളും വരെ എടുത്തേക്കാം. അത്രയും സമയം ധാരാളം മതി ലോകത്ത് മറ്റൊരു സാമ്പത്തിക മാന്ദ്യം വരാനായിട്ട്. ലോകത്തുടനീളം കാര്യങ്ങൾ താളം തെറ്റും, വലിയ വിലക്കയറ്റം വരും, നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള ഡ്രോൺസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകളെല്ലാം ഇറാന്റെ കയ്യിലുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്ക ഇറാൻ യുദ്ധം നടന്നാൽ അത് വിശാലമായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉടനീളം വ്യാപിക്കുമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മലയാളികളിൽ എത്രയോ ലക്ഷം ആളുകളാണ് പ്രവാസികളായിട്ട് പല ഗൾഫ് രാജ്യങ്ങളിലും ഉള്ളത്. അവരയക്കുന്ന പണം തന്നെയാണ് ഇന്നും കേരളത്തെ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന ഇത്തരം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളെ അത് എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. അതും കൂടാതെ ലോകത്തുടനീളമുള്ള എണ്ണ സപ്ലൈ എല്ലാം പലയിടത്തും തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിക്കുന്നു, ഇറാൻ പല റിഫൈനറികളും ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ സാധാരണക്കാരുടെയും ജീവിതത്തെ പോലുമാണ് അത് ബാധിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒന്നിനും തികയാത്ത രീതിയിലേക്ക് വിലക്കയറ്റം പോകും. ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അമേരിക്ക ഇറാനിലേക്ക് കപ്പലുകൾ അയക്കുന്നുവെന്നും അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖുമൈനി അമേരിക്കയോട് വരട്ടരുത് എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മളിത് കേവലം വാർത്തയായിട്ട് എടുക്കുമ്പോൾ ഇത് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളെ പേഴ്സണലായിട്ട് ബാധിക്കുന്ന വിഷയം പോലും ആകാം എന്നുള്ളത് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ഭയക്കുന്നത്. ഭയമുണ്ട്, അല്ലെങ്കിൽ നല്ല അടി തിരിച്ചു കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ. കാരണം പ്രോക്സി വാറുകൾ, സൈബർ യുദ്ധങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, ഇതെല്ലാം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കെതിരെയാണ് ഇറാൻ ആദ്യം പ്രയോഗിക്കാൻ പോവുക. അമേരിക്കയ്ക്ക് തന്നെ തോന്നും ഇസ്രായേലിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ സ്വന്തം നില പരുങ്ങലിലായി എന്ന്. ഇറാന്റെ കയ്യിൽ വളരെ മികച്ച ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നല്ല രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോയാൽ ഇറാന്റെ മൂക്കിൻ തുമ്പത്ത് വന്ന് കിടക്കുന്ന ഈ വിമാനവാഹിനി കപ്പലുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ തകർക്കാനായിട്ട് ഇറാന് സാധിച്ചാൽ അമേരിക്കയ്ക്ക് അത് എന്തൊരു നാണക്കേടായിരിക്കും എന്നുകൂടി ചിന്തിച്ചു നോക്കുക. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഞങ്ങൾ കടലിൽ ആഴ്ത്തുമെന്ന് കേവലം വെറുതെ ഇറാന്റെ സുപ്രീം ലീഡർ പറയാനായിട്ട് സാധ്യതയില്ല. അതിന് തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവരത് പറയാനുള്ള സാധ്യതയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ അടുത്തേക്ക് പോയിട്ടാണ് അമേരിക്ക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയോട് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടല്ല. ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് അമേരിക്ക ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ചരിത്രവും നമുക്കറിയാവുന്നതാണ്. ഇറാഖിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങി ലിബിയയിൽ എന്താണ് സംഭവിച്ചത് ഒക്കെ നമുക്കറിയാം. പക്ഷേ പിന്നീട് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാന് റഷ്യയും ചൈനയും ഒക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? നിലവിൽ ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ നാറ്റോ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുകയാണ് ആയുധങ്ങൾ ഉക്രൈനിന്. അതുകൊണ്ടാണ് റഷ്യ അവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നതും അവരുടെ സാമ്പത്തിക നില തന്നെ പരുങ്ങലിലായിരിക്കുന്നതും. ഇതേ കാര്യം റഷ്യയും ചൈനയും തിരിച്ചു ചെയ്താലോ?
അതായത് അവർ നാറ്റോ രാജ്യങ്ങൾ പരസ്യമായിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നത് പോലെ അത്രയും പിന്തുണയ്ക്കുമെന്നല്ല പറഞ്ഞത്. ഇറാന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചൈനയും റഷ്യയും ചെയ്താലോ? പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ എല്ലാം വാങ്ങുന്നതും ഒക്കെ നിലവിൽ ചൈനയാണ്. ചൈനയ്ക്ക് അവിടെ വ്യക്തമായ ഇൻവെസ്റ്റ്മെൻറ്റുകളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. ചൈനയും റഷ്യയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കേണ്ടി വരും. അതായത് ഉക്രൈന് കൊടുക്കുന്ന സപ്ലൈ നിങ്ങൾ നിർത്തുക, ഇറാന് കൊടുക്കുന്ന സപ്ലൈ ഞങ്ങൾ നിർത്താം. ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം അമേരിക്ക കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷോ ഓഫുകൾ മാത്രമായിട്ട് അമേരിക്കയുടേത് മാറുന്നത്. ഇപ്പോൾ 2 വിമാനവാഹിനി കപ്പലുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി ബാക്കിയുള്ള ഒരു 9 എണ്ണം കൂടെ വന്നു കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് ഭയമുണ്ടായിരിക്കും. കാരണം അടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നല്ല അടി കിട്ടും ഇറാൻ്റെ കയ്യിൽ നിന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇറാനെ പുകഴ്ത്തി പറയുന്ന ഒന്നുമല്ല. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ റെജീം മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ 3700ഓളം പേര് കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ പറയുന്നു. UN പറയുന്നത് ഏകദേശം 35,000ഓളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിലെ ഭരണാധികാരികൾ അടിപൊളിയാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. നമ്മുടെ മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. പക്ഷേ നിലവിലത്തെ സ്ഥിതി ഇതാണ്. അമേരിക്ക ഒരിക്കലും ഒരു പുണ്യാളൻ രാജ്യമല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അമേരിക്കയുടെ ആവശ്യം എന്താണ്? ഇറാൻ ഇസ്രായേലിനെ ആണവായുധം സ്വന്തമാക്കി ആക്രമിക്കരുത്. നേരെ മറിച്ച് ഇസ്രായേലിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് കൂടി ഓർക്കണം. ഈ ഒരൊറ്റ ഉദ്ദേശമേ അമേരിക്കയ്ക്ക് ആത്യന്തികമായിട്ടുള്ളൂ. പക്ഷെ അവർ കൂടുതൽ പറയുന്നത് എന്താണ്? ഈ പറയുന്ന പ്രോക്സി യുദ്ധങ്ങളിലൂടെ, അതായത് ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തീസ് ആണെങ്കിലും ഇപ്പോൾ സിറിയയിലേക്ക് ആണെങ്കിലും ഒരുപാട് സംഘടനകൾ വഴി സൗദി അറേബ്യയ്ക്കും UAEക്കും ഒക്കെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനെ ശത്രുരാജ്യം പോലെ തന്നെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ കാണുന്നതും. കാരണങ്ങൾ ഇതാണ്. മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം ഇറാനാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇറാന് മേലെ ഉണ്ടാക്കുന്നത്. അമേരിക്ക പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഈ പറയുന്ന യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റുകളും ഒക്കെ ഞങ്ങൾക്ക് വന്ന് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. യുറേനിയത്തിലൊന്നും നിങ്ങൾ ഇനി അധികം തൊട്ട് കളിക്കണ്ട. കാരണം നിങ്ങളത് വൈദ്യുതി ഉണ്ടാക്കാനൊന്നുമല്ല, ബോംബ് ഉണ്ടാക്കാൻ തന്നെയായിരിക്കും ഉപയോഗിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ ഉപയോഗിക്കാനുമായിരിക്കും. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ 90-ലധികം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. അവരൊരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതായിട്ടുള്ള രേഖകളുമില്ല. എന്നാൽ ഇതുപോലെ തന്നെ ഇറാൻ്റെ കയ്യിലും ന്യൂക്ലിയർ ആയുധങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരും അതെടുത്ത് ഉപയോഗിക്കുമെന്ന് പറയാനായിട്ടൊന്നും സാധിക്കില്ല. നേരെ മറിച്ച് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താനായിട്ട് സാധിക്കും. ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ആരും ചോദിക്കാനില്ല എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് തീർച്ചയായിട്ടും തടയപ്പെടും. ഒരു പക്ഷേ അതാണ് ഇറാൻ്റെ ഉദ്ദേശമെങ്കിലോ? അതായത് ആ ഭാഗത്ത് നിന്നും ചിന്തിക്കാമല്ലോ. ഇസ്രായേലിന് ഭീഷണിയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇറാനും അത് ഉപയോഗിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് എന്നുള്ള രീതിയിലും പോകാമല്ലോ. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണ്? നിലവിൽ ഇറാനെയും അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ഒക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ എന്തും ചെയ്യാം. ഇറാൻ്റെ കയ്യിൽ ആണവായുധം വന്നു കഴിഞ്ഞാൽ ആ പരിപാടി നിൽക്കും. അത് തന്നെയാണ് ഒരു തരത്തിൽ പ്രശ്നം. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പോയി കാരണം അമേരിക്കയോട് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് മറുവശത്ത് അമേരിക്കയ്ക്ക് ഈക്വൽ പവറായിട്ട് തന്നെ ചൈനയുണ്ട്. പർച്ചേസ് പവർ പാരിറ്റി GDP ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ചൈന അമേരിക്കയേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാണ്. നോമിനൽ GDP അല്ല പറയുന്നത്. സൈനിക ശക്തിയാണെങ്കിലും ഇന്ന് അമേരിക്കയാണോ ചൈനയാണോ വലുതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാറിയ ലോകത്തിൽ മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം. ഡ്രോൺ ടെക്നോളജിയും AI പോലെയുള്ള കാര്യങ്ങളുമൊക്കെ, പരമ്പരാഗത യുദ്ധരീതികളും ഒക്കെ മാറി. സൈബർ ആക്രമണങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇറാനിലെ ഇൻഫ്ലേഷൻ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ പോലെയൊക്കെ പോവുകയാണ്. ഒരു 2%, 5% ഒക്കെയാണ് പ്രശ്നമില്ലാത്ത ഇൻഫ്ലേഷൻ എങ്കിൽ ഇറാനിൽ അതിപ്പോൾ 60% മുകളിലും. ഡോളറിനെതിരെയൊക്കെ ഇറാനിയൻ കറൻസി വളരെ അധികമായിട്ട് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഉപരോധങ്ങൾ തന്നെയാണ്. ഇറാനും പറയുന്നത് എന്താണ്? നമുക്ക് ചർച്ചകളാകാം. കാരണം അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊന്നും മാറ്റാതെ ഈ പറയുന്ന ഇറാന് സാമ്പത്തികമായിട്ട് പുരോഗമിക്കാനായിട്ടോ മുന്നോട്ട് പോകാനായിട്ടോ വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്ക പറയുന്ന 10 കാര്യങ്ങളും ഇറാൻ സമ്മതിക്കണം. എന്നാൽ ഇറാൻ പറയുന്ന 1-2 കാര്യങ്ങളൊക്കെ മാത്രമേ അമേരിക്ക സമ്മതിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലത്തെ സ്റ്റാൻഡ്. അതൊരിക്കലും ശരിയല്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അമേരിക്ക ഇന്ത്യയോട് പറയുകയാണ് ഇറാനിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങരുത്. അത് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതും നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ വന്ന ട്രേഡ് ഡീൽസിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് പറയുമ്പോൾ ഇന്ത്യക്കാരായി നമുക്ക് എന്താണ് തോന്നുക? ആ സ്ഥാനത്ത് ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ ധിക്കാരമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമൊക്കെ അവർക്ക് മേലെ വെക്കുന്നത്. കാരണം ലോക സമാധാനത്തിന് ഇത് ആവശ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. കുറേയൊക്കെ ശരിയാണ്. ഇറാൻ എല്ലാം തികഞ്ഞ കയ്യിലിരിപ്പ് ഒരു പ്രശ്നവുമില്ലാത്ത രാജ്യമാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. പ്രശ്നക്കാർ തന്നെയാണ്. ഈ പറയുന്ന മിലിഷ്യകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇറാൻ. പക്ഷേ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ വളരെ ഡീസൻ്റാണ്. അമേരിക്ക എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് ദശകങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ എത്രയോ രാജ്യങ്ങളെയാണ് അവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നത്. ഇന്നും ലോകത്ത് നടക്കുന്ന പല ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ കുത്തിത്തിരിപ്പ് വഴിയൊക്കെ ഉണ്ടാക്കിയതും എല്ലാം അമേരിക്കയും അവരുടെ CIA ഒക്കെ തന്നെയാണ്.
അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സാമ്പത്തിക ലാഭങ്ങൾ ഒക്കെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഇറാനിലേക്ക് അമേരിക്ക ഇടപെട്ടാലും ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ പണ്ട് വിയറ്റ്നാമിലൊക്കെ സംഭവിച്ചതുപോലെ അവിടെ കിടന്ന് വെള്ളം കുടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു സാധ്യതയും അമേരിക്ക കാണുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വളരെ മികച്ച രാജ്യമായിട്ടൊന്നുമല്ല, പക്ഷേ അവിടുത്തെ യുദ്ധരീതികൾ കൊണ്ടും ജിയോഗ്രഫി കൊണ്ടുമൊക്കെ അമേരിക്ക വിയറ്റ്നാമിൽ പണ്ട് അനുഭവിച്ച പോലെ തന്നെ വെള്ളം കുടിച്ചാണ് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. വീഡിയോയുടെ ചുരുക്കത്തിൽ പറയേണ്ടത്, എന്തു തന്നെയാണെങ്കിലും സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം ആരുടെ ഭാഗത്ത് ശരിയും തെറ്റുമുണ്ടെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ അടിയായാൽ, യുദ്ധമായാൽ വരാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളായിരിക്കും. അത് കേരളത്തിലിരിക്കുന്ന നമ്മളെയും ബാധിക്കും, പ്രവാസ ലോകത്തുള്ള മലയാളികളെയും ബാധിക്കും. ആദ്യം നമ്മുടെ കാര്യം പറയാമല്ലോ. അതായത് ഇവിടെ നാട്ടിലെ വിലക്കയറ്റങ്ങൾ തുടങ്ങി, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലവർദ്ധനവ് തുടങ്ങി, നിങ്ങളുടെ സാലറി പിന്നീട് ഒന്നിനും തികയാത്തത് തുടങ്ങി, നിലവിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്നില്ല നമ്മളുടെ വരുമാനമൊക്കെ വെച്ചിട്ട്. ഇതും പോരാഞ്ഞിട്ട് നമ്മുടെ ഗൾഫ് നാടുകളിലുള്ളവരൊക്കെ ഒരുപക്ഷെ തിരിച്ചു പോരേണ്ടി വരാം, അവർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം. പണ്ട് കുവൈറ്റിലൊക്കെ നടന്നതുപോലെ ഒരുപാട് മലയാളി പ്രവാസികളുള്ള നാടുകളിലൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്നും വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ്. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മാർക്കറ്റ് വൂൾഫ്. മാർക്കറ്റ് വൂൾഫിന് ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വൂൾഫ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, വിമർശനങ്ങളും, സംശയങ്ങളും, നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.